ഹലോ ഓൾ PSC ടേണിംഗ് പോയിൻ്റ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത് ഖാദി ബോർഡ് LDC വിവിധ LDC പരീക്ഷകളുടെ ഒരു മിനി മോക്ക് ടെസ്റ്റാണ്. മോക്ക് ടെസ്റ്റിൻ്റെ കട്ട് ഓഫ് മാർക്ക് 26 അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്നതിനോടൊപ്പം ചെയ്ത് നോക്കുക. വീഡിയോ കണ്ടതിന് ശേഷം മാർക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ബ്രിക്സ് രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ ജനുവരി 1 മുതൽ അംഗങ്ങളാകുന്ന രാജ്യങ്ങളുടെ കൂട്ടത്തിൽപ്പെടാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, പാകിസ്ഥാൻ. അപ്പോൾ ബ്രിക്സ് രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ ജനുവരി 1 മുതൽ അംഗങ്ങളാകുന്ന രാജ്യങ്ങളുടെ കൂട്ടത്തിൽപ്പെടാത്തത് പാകിസ്ഥാനാണ്. അപ്പോൾ ഏതൊക്കെ രാജ്യങ്ങൾ ആ കൂട്ടത്തിലുണ്ടെന്ന് നോക്കാം. ഇറാൻ, അർജൻറ്റീന, സൗദി അറേബ്യ. അപ്പോൾ ബ്രിക്സ് രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ ജനുവരി 1 മുതൽ അംഗങ്ങളാകുന്ന രാജ്യങ്ങളുടെ കൂട്ടത്തിലുള്ളതാണ് ഇറാൻ, സൗദി അറേബ്യ, അർജൻറ്റീന എന്നീ രാജ്യങ്ങൾ. അടുത്ത ചോദ്യം നോക്കാം. ജമ്മു കാശ്മീരിന് പ്രത്യേക അധികാരം നൽകുന്ന അനുച്ഛേദം 370 പൂർണ്ണമായും കേന്ദ്ര സർക്കാർ റദ്ദാക്കിയത് എന്നാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 2019 ഓഗസ്റ്റ് 5. അപ്പോൾ 2019 ഓഗസ്റ്റ് 5 ജമ്മു കാശ്മീരിന് പ്രത്യേക അധികാരം നൽകുന്ന അനുച്ഛേദം 370 പൂർണ്ണമായും കേന്ദ്ര സർക്കാർ റദ്ദാക്കിയത്. അപ്പോൾ ജമ്മു കാശ്മീരിന് പ്രത്യേക അധികാരം നൽകുന്ന അനുച്ഛേദം 370 പൂർണ്ണമായും കേന്ദ്ര സർക്കാർ റദ്ദാക്കിയത് 2019 ഓഗസ്റ്റ് 5. അടുത്ത ചോദ്യം നോക്കാം. 2024 ജനുവരിയിൽ നടക്കുന്ന രാജ്യാന്തര സ്പോർട്സ് ഉച്ചകോടിയുടെ വേദി? ഉത്തരം ഓപ്ഷൻ ബി ആണ്, കേരളം. അപ്പോൾ 2024 ജനുവരിയിൽ നടക്കുന്ന രാജ്യാന്തര സ്പോർട്സ് ഉച്ചകോടിയുടെ വേദി കേരളമാണ്. അപ്പോൾ കേരളമാണ് 2024 ജനുവരിയിൽ നടക്കുന്ന രാജ്യാന്തര സ്പോർട്സ് ഉച്ചകോടിയുടെ വേദി. അടുത്ത ചോദ്യം. 2023 ആഗോള കാലാവസ്ഥ വ്യതിയാന പ്രകടന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 7. അപ്പോൾ 2023 ആഗോള കാലാവസ്ഥാ വ്യതിയാന പ്രകടന സൂചികയിൽ CCPIയിൽ ഇന്ത്യയുടെ സ്ഥാനം 7. അപ്പോൾ 2023 ആഗോള കാലാവസ്ഥാ വ്യതിയാന പ്രകടന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 7. അടുത്ത ചോദ്യം. ഇന്ത്യയുടെ കൽക്കരി തലസ്ഥാനം എന്നറിയപ്പെടുന്ന ധൻബാദ് ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? ഉത്തരം ഓപ്ഷൻ സി ആണ്, ജാർഖണ്ഡ്. അപ്പോൾ ഇന്ത്യയുടെ കൽക്കരി തലസ്ഥാനം എന്നറിയപ്പെടുന്ന ധൻബാദ് ജാർഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയുടെ കൽക്കരി തലസ്ഥാനം എന്നറിയപ്പെടുന്ന ധൻബാദ് ജാർഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം. ചേരുംപടി ചേർക്കുക. ഉത്തരം ഓപ്ഷൻ എ ആണ്. ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം ഉത്തർപ്രദേശ്, ഇന്ത്യയുടെ വജ്രനഗരം സൂററ്റ്, ഇന്ത്യയുടെ ധാതു സംസ്ഥാനം ജാർഖണ്ഡ്, ഇന്ത്യയുടെ പാൽത്തൊട്ടി ഹരിയാന. അപ്പോൾ ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയുന്നത് ഉത്തർപ്രദേശാണ്, ഇന്ത്യയുടെ വജ്രനഗരം എന്നറിയുന്നത് സൂററ്റാണ്, ഇന്ത്യയുടെ ധാതു സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ജാർഖണ്ഡും, ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്നറിയപ്പെടുന്നത് ഹരിയാനയും. അപ്പോൾ ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്നത് ഉത്തർപ്രദേശ്, ഇന്ത്യയുടെ വജ്രനഗരം എന്നറിയപ്പെടുന്നത് സൂററ്റ്, ഇന്ത്യയുടെ ധാതു സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ജാർഖണ്ഡ്, ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്നറിയുന്നത് ഹരിയാന. അടുത്ത ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വായിച്ച് വ്യക്തിയെ തിരിച്ചറിയുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ജ്യോതിറാവു ഫുലെ. അപ്പോൾ 1873 പുനെ കേന്ദ്രമാക്കി സത്യശോധക് സമാജ് എന്ന സംഘടന സ്ഥാപിച്ചത് ജ്യോതിറാവു ഫുലെയാണ്. ജാതി വ്യവസ്ഥയ്ക്കെതിരായി ശക്തമായി പ്രതികരിച്ച ഗുലാംഗിരി എന്ന കൃതി രചിച്ചത് ജ്യോതിറാവു ഫുലെയാണ്. ദളിത് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതും ജ്യോതിറാവു ഫുലെയാണ്. അപ്പോൾ 1873 പുനെ കേന്ദ്രമാക്കി സത്യശോധക് സമാജ് എന്ന സംഘടന സ്ഥാപിച്ചത് ജ്യോതിറാവു ഫുലെയാണ്. ജാതി വ്യവസ്ഥയ്ക്കെതിരെ ശക്തമായി പ്രതികരിച്ച ഗുലാംഗിരി എന്ന കൃതി രചിച്ചതും ദളിത് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതും ജ്യോതിറാവു ഫുലെയാണ്. അടുത്ത ചോദ്യം നോക്കാം. എത്ര ജൂൾ ആണ് ഒരു കലോറി? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 4.2. അപ്പോൾ 4.2 ജൂളാണ് ഒരു കലോറി. അപ്പോൾ ഒരു കലോറി എന്നത് 4.2 ജൂളാണ്. അടുത്ത ചോദ്യം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ബി ആണ് തെറ്റായ പ്രസ്താവന. ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയെന്ന് നോക്കാം. ആരവല്ലി നിരകൾക്കും വിന്ധ്യ പർവ്വതത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് മാൾവ. അപ്പോൾ ആരവല്ലി നിരകൾക്കും വിന്ധ്യ പർവ്വതത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് മാൾവ. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സന്ധിക്കുന്നത് നീലഗിരിയിലാണ്. അപ്പോൾ പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സന്ധിക്കുന്നത് നീലഗിരിയിലാണ്. അക്സായ് ചിൻ പീഠഭൂമി കാരക്കോറം പർവ്വതനിരയിലാണ്. അപ്പോൾ അക്സാർ ചിൻ പീഠഭൂമി കാരക്കോറം നിരയിലാണ്. അപ്പോൾ ആരവല്ലി നിരകൾക്കും വിന്ധ്യ പർവ്വതങ്ങൾക്കിടയിലും സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് മാൾവ. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സന്ധിക്കുന്നത് നീലഗിരിയിലാണ്. അക്സായ് ചിൻ പീഠഭൂമി കാരക്കോറം പർവ്വതനിരയിലാണ്. അടുത്ത ചോദ്യം. താഴെ പറയുന്ന പ്രസ്താവനകൾ വായിച്ച് അവയവത്തെ തിരിച്ചറിയുക.
ഉത്തരം ഓപ്ഷൻ ഡി ആണ് വൃക്ക. അപ്പോൾ അമരവിത്തിൻ്റെ ആകൃതിയിൽ ഇരുണ്ട ചുവപ്പ് നിറത്തോടുകൂടിയ ഒരു ജോഡി വിസർജന അവയവങ്ങൾ ഉദരാശയത്തിൽ നട്ടെല്ലിന് ഇരുവശങ്ങളിലുമായി സ്ഥിതി ചെയ്യുന്നു. രക്തത്തെ ശുചീകരിക്കുന്നു. 24 മണിക്കൂറിനുള്ളിൽ ശരീരത്തിലെ മുഴുവൻ രക്തവും 300-ലധികം തവണ ഈ അവയവത്തിലൂടെ ഒഴുകുന്നു. ഉത്തരം ഓപ്ഷൻ ഡി ആണ് വൃക്ക. അപ്പോൾ വൃക്കയാണ് അമരവിത്തിൻ്റെ ആകൃതിയിൽ ഇരുണ്ട ചുവപ്പ് നിറത്തോടുകൂടിയ ഒരു ജോഡി വിസർജനാവയവങ്ങൾ. ഉദരാശയത്തിൽ നട്ടെല്ലിന് ഇരുവശങ്ങളിലുമായി സ്ഥിതി ചെയ്യുന്നത് വൃക്കയാണ്. രക്തത്തെ ശുചീകരിക്കുന്നത് വൃക്കയാണ്. 24 മണിക്കൂറിനുള്ളിൽ ശരീരത്തിലെ മുഴുവൻ രക്തവും 300-ലധികം തവണ വൃക്കയിലൂടെ ഒഴുകുന്നു. അടുത്ത ചോദ്യം നോക്കാം. വൈറ്റ് കോൾ എന്നറിയപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ എ ആണ് ജലവൈദ്യുതി. അപ്പോൾ ജലവൈദ്യുതിയാണ് വൈറ്റ് കോൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ വൈറ്റ് കോൾ എന്നറിയപ്പെടുന്നത് ജലവൈദ്യുതിയാണ്. അടുത്ത ചോദ്യം. ഈ വർഷത്തെ ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചത് ആർക്കല്ല? ഉത്തരം ഓപ്ഷൻ സി ആണ് അലി അബു അവാദ്, ഡാനിയൽ ബറൈൻ ബോയിം. അപ്പോൾ ഈ വർഷത്തെ ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ച അലി അബു അവാദ്, ഡാനിയൽ ബറൈൻ ബോയിം എന്നിവർക്കാണ്. അപ്പോൾ അലി അബു അവാദിനും ഡാനിയൽ ബറൈൻ ബോയിനുമാണ് ഈ വർഷത്തെ ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചത്. അടുത്ത ചോദ്യം. ടൈം മാസികയുടെ ഈ വർഷത്തെ അത്ലീറ്റ് ഓഫ് ദി ഇയർ ആയ താരം ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് ലയണൽ മെസ്സി. അപ്പോൾ ലയണൽ മെസ്സിയാണ് ടൈം മാസികയുടെ ഈ വർഷത്തെ അത്ലീറ്റ് ഓഫ് ദി ഇയർ ആയത്. അപ്പോൾ ടൈം മാസികയുടെ ഈ വർഷത്തെ അത്ലീറ്റ് ഓഫ് ദി ഇയർ ആയ താരം ലയണൽ മെസ്സിയാണ്. അടുത്ത ചോദ്യം. ഹോർത്തൂസ് മലബാറിക്കസിനെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ എ ആണ് 1, 2, 3 എന്നിവ. ഏതൊക്കെയാണെന്ന് നോക്കാം. 1. മലബാറിലെ പൂന്തോട്ടം എന്നാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന വാക്കിനർത്ഥം. മലയാള ലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ആകെ 12 വാല്യങ്ങളാണ് ഹോർത്തൂസ് മലബാറിക്കസിലുള്ളത്. അപ്പോൾ മലബാറിലെ പൂന്തോട്ടം എന്നാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന വാക്കിൻ്റെ അർത്ഥം മലബാറിലെ പൂന്തോട്ടം എന്നാണ്. അപ്പോൾ മലയാള ലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. അപ്പോൾ ഹോർത്തൂസ് മലബാറിക്കസിലാണ് ആദ്യമായിട്ട് മലയാള ലിപി അച്ചടിച്ചത്. ആകെ 12 വാല്യങ്ങളാണ് ഹോർത്തൂസ് മലബാറിക്കസിലുള്ളത്. അപ്പോൾ ഹോർത്തൂസ് മലബാറിക്കസിൽ ആകെ 12 വാല്യങ്ങളാണ് ഉള്ളത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം? ഉത്തരം ഓപ്ഷൻ ഡി ആണ് സംക്ഷേപ വേദാർത്ഥം. അപ്പോൾ സംക്ഷേപ വേദാർത്ഥമാണ് മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം. അപ്പോൾ മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം സംക്ഷേപ വേദാർത്ഥമാണ്. അടുത്ത ചോദ്യം. പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി ഉത്തരവ് പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി? ഉത്തരം ഓപ്ഷൻ എ ആണ് ഗൗരി പാർവതി ഭായ്. അപ്പോൾ ഗൗരി പാർവതി ഭായാണ് പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി ഉത്തരവ് പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി. അപ്പോൾ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി ഉത്തരവ് പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ഗൗരി പാർവതി ഭായ് ആണ്. അടുത്ത ചോദ്യം. രാജാ കേശവദാസിന് രാജ എന്ന ബഹുമതി സമ്മാനിച്ചത് ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ സി ആണ് മോണിങ്ടൺ പ്രഭു. അപ്പോൾ മോണിങ്ടൺ പ്രഭുവാണ് രാജാ കേശവദാസിന് രാജ എന്ന ബഹുമതി സമ്മാനിച്ചത്. അപ്പോൾ രാജാ കേശവദാസിന് രാജ എന്ന ബഹുമതി സമ്മാനിച്ചത് മോണിങ്ടൺ പ്രഭുവാണ്. അപ്പോൾ മോണിങ്ടൺ പ്രഭുവാണ് രാജാ കേശവദാസിന് രാജ എന്ന ബഹുമതി സമ്മാനിച്ചത്. അടുത്ത ചോദ്യം. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയത്തിന് എതിരെ ഒന്നാം പഴശ്ശി കലാപം നടന്നത് ഏതു കാലഘട്ടത്തിലാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് 1793, 1797. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയത്തിനെതിരെ ഒന്നാം പഴശ്ശി കലാപം നടന്നത് 1793, 1797 കാലഘട്ടത്തിലാണ്. അപ്പോൾ 1793, 97 കാലഘട്ടത്തിലാണ് ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയത്തിനെതിരെ ഒന്നാം പഴശ്ശി കലാപം നടന്നത്. അടുത്ത ചോദ്യം. ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ മുദ്രയെ അംഗീകരിച്ചത് എന്നാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് 1950 ജനുവരി 26. അപ്പോൾ 1950 ജനുവരി 26 ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ മുദ്രയെ അംഗീകരിച്ചത്. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ മുദ്ര അംഗീകരിച്ചത് 1950 ജനുവരി 26. അടുത്ത ചോദ്യം. ഇന്ത്യയുടെ ഭരണഘടന പാസ്സാക്കുമ്പോൾ നിയമമന്ത്രി ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ സി ആണ് ഡോക്ടർ BR അംബേദ്കർ. അപ്പോൾ ഇന്ത്യയുടെ ഭരണഘടന പാസ്സാക്കുമ്പോൾ ഇന്ത്യയുടെ നിയമമന്ത്രി ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. അപ്പോൾ ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു ഭരണഘടന പാസ്സാക്കുമ്പോൾ ഇന്ത്യയുടെ നിയമമന്ത്രി. അടുത്ത ചോദ്യം. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ലോഹം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് കാൽസ്യം. അപ്പോൾ കാൽസ്യമാണ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ലോഹം. അപ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ലോഹം കാൽസ്യമാണ്. അടുത്ത ചോദ്യം. ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങൾക്ക് രാജ്യാന്തര അതിർത്തിയുണ്ട്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് 16. അപ്പോൾ ഇന്ത്യയിലെ 16 സംസ്ഥാനങ്ങൾക്കാണ് രാജ്യാന്തര അതിർത്തിയുള്ളത്.
അപ്പോൾ ഇന്ത്യയിലെ എത്ര സംസ്ഥാനങ്ങൾക്ക് രാജ്യാന്തര അതിർത്തിയുണ്ട്? 16. അപ്പോൾ ഇന്ത്യയിലെ 16 സംസ്ഥാനങ്ങൾക്ക് രാജ്യാന്തര അതിർത്തിയുണ്ട്. അടുത്ത ചോദ്യം, പാകിസ്ഥാനുമായി ഏറ്റവും കൂടുതൽ ദൂരം കരാതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് രാജസ്ഥാൻ. അപ്പോൾ രാജസ്ഥാനാണ് പാകിസ്ഥാനുമായി ഏറ്റവും കൂടുതൽ ദൂരം കരാതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം. അപ്പോൾ പാകിസ്ഥാനുമായി ഏറ്റവും കൂടുതൽ ദൂരം കരാതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം രാജസ്ഥാനാണ്. അപ്പോൾ രാജസ്ഥാനാണ് പാകിസ്ഥാനുമായി ഏറ്റവും കൂടുതൽ ദൂരം കരാതിർത്തി പങ്കിടുന്നത്. അടുത്ത ചോദ്യം, പ്രാചീന മണിപ്രവാളത്തിലെ ആദ്യ ചമ്പുകൃതി? ഉത്തരം ഓപ്ഷൻ എ ആണ് ഉണ്ണിയേച്ചി ചരിതം. അപ്പോൾ പ്രാചീന മണിപ്രവാളത്തിലെ ആദ്യ ചമ്പുകൃതി ഉണ്ണിയേച്ചി ചരിതമാണ്. അപ്പോൾ ഉണ്ണിയേച്ചി ചരിതമാണ് പ്രാചീന മണിപ്രവാളത്തിലെ ആദ്യ ചമ്പുകൃതി. അടുത്ത ചോദ്യം, മണിപ്രവാള ലക്ഷണ ഗ്രന്ഥം? ഉത്തരം ഓപ്ഷൻ സി ആണ് ലീലാതിലകം. അപ്പോൾ ലീലാതിലകം മണിപ്രവാള ലക്ഷണ ഗ്രന്ഥമാണ്. അപ്പോൾ മണിപ്രവാള ലക്ഷണ ഗ്രന്ഥം ലീലാതിലകമാണ്. അടുത്ത ചോദ്യം, ഏറ്റവും വലിയ ചമ്പുകൃതിയായ രാമായണം ചമ്പു രചിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് പുനം നമ്പൂതിരി. അപ്പോൾ പുനം നമ്പൂതിരിയാണ് ഏറ്റവും വലിയ ചമ്പുകൃതിയായ രാമായണം ചമ്പു രചിച്ചത്. അപ്പോൾ രാമായണം ചമ്പു രചിച്ചത് പുനം നമ്പൂതിരി. അപ്പോൾ ഏറ്റവും വലിയ ചമ്പുകൃതിയായ രാമായണം ചമ്പു രചിച്ചത് പുനം നമ്പൂതിരിയാണ്. അടുത്ത ചോദ്യം, ദർ ഹാസ് ബീൻ നോ റെയിൻ ഫോർ ദ ലാസ്റ്റ് കപ്പിൾ ഓഫ് വീക്സ് ഡാഷ്? ഉത്തരം ഓപ്ഷൻ സി ആണ് ഹാസ് ദെയർ. ദർ ഹാസ് ബീൻ നോ റെയിൻ ഫോർ ദ ലാസ്റ്റ് കപ്പിൾ ഓഫ് വീക്സ് ഹാസ് ദെയർ. അടുത്ത ചോദ്യം, വി വിൽ ബി സക്സസ്ഫുൾ ഇഫ് വി ട്രൈ ഹാർഡ്? ഉത്തരം ഓപ്ഷൻ സി ആണ് വോൺ ബി. വി വിൽ ബി സക്സസ്ഫുൾ ഇഫ് വി ട്രൈ ഹാർഡ് വോൺ വി. അടുത്ത ചോദ്യം, വി സെൽഡം സീ ദം നൗ എ ഡേയ്സ്? ഉത്തരം ഓപ്ഷൻ സി ആണ് ഡു വി. വി സെൽഡം സീ ദം നൗ എ ഡേയ്സ് ഡു വി. അടുത്ത ചോദ്യം, ഷീ സാങ് വെൽ? ഉത്തരം ഓപ്ഷൻ ബി ആണ് ഡിഡിൻ ഷീ. ഷീ സാങ് വെൽ ഡിഡിൻ ഷീ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. താങ്ക് യു ഓൾ.